നമസ്കാരം. KAS മെന്ററിലേക്ക് സ്വാഗതം. ജൂൺ 15 മുതൽ 21 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. ആദ്യമായി നമ്മൾ നോക്കുന്നത് നാഷണൽ ന്യൂസ് എന്ന് പറയുന്ന വിഭാഗമാണ്. അതിൽ ആദ്യത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സ് 2020-21 ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് മധ്യപ്രദേശാണ്. ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ അനീമിയ മുക്ത് ഭാരത് എന്ന് പറയുന്നത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, യുണിസെഫ് എന്നിവർ ചേർന്ന് നടത്തുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഈ അനീമിയ മുക്ത് ഭാരത് എന്ന് പറയുന്നത്. 2018 ഇത് ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിൽ അനീമിയയുടെ പ്രിവലൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. 2022 15 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ, സ്ത്രീകൾ, അഡോളസൻസ് എന്നീ വിഭാഗങ്ങളിൽ അനീമിയയുടെ പ്രിവലൻസ് 3% കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 50% പ്രഗ്നന്റ് വുമൺ, 5 വയസ്സിൽ താഴെയുള്ള 59% കുട്ടികൾ, 54% അഡോളസന്റ് ഗേൾസ്, 53% നോൺ പ്രഗ്നന്റ്, നോൺ ലാക്ടേറ്റിംഗ് വുമൺ എന്നിവ അനീമിക് ആണെന്നാണ് പറയുന്നത്. അനീമിയ മുക്ത് ഭാരത് എന്ന് പറയുന്നത് പോഷൻ അഭിയാൻ എന്ന് പറയുന്ന സ്കീമിന്റെ കീഴിൽ വരുന്ന ഇന്റൻസിഫൈഡ് നാഷണൽ അയൺ പ്ലസ് ഇനിഷ്യേറ്റീവ്, അതായത് NIPIയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രി സങ്കൽപ് സേ സിദ്ധി മിഷൻ വൻധൻ എന്ന് പറയുന്ന ഒരു സ്കീം ലോഞ്ച് ചെയ്തു. എന്താണ് ഈ സങ്കൽപ് സേ സിദ്ധി മിഷൻ വൻധൻ സ്കീം? ഇത് ഒരു ട്രൈബൽ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവാണ്. ഈ ഒരു സ്കീമിലൂടെ വിവിധ മിനിസ്ട്രികൾ, അതായത് വിവിധ ഗവൺമെന്റ് മിനിസ്ട്രികൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന വിവിധ പദ്ധതികൾ ഏകോപിപ്പിക്കുക, വിവിധ ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യുക എന്നതൊക്കെയാണ് ട്രൈഫെഡ്, അതായത് ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിലൂടെ ഏതാണ്ട് 50,000 വൻധൻ കേന്ദ്രാസ്, 3,000 ഹാത്ത് ബാസാർസ്, 600 ഗോഡൌൺസ്, 200 മിനി ട്രൈഫുഡ് യൂണിറ്റ്സ്, 100 കോമൺ ഫെസിലിറ്റി സെന്റേഴ്സ്, 100 സ്ഫൂർത്തി ക്ലസ്റ്റേഴ്സ്, 200 ട്രൈബൽ ഇന്ത്യ പ്ലാറ്റ്ഫോംസ്, അതുപോലെ വിവിധ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയാണ് ഗവൺമെന്റ്, അതായത് ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രി സ്ഥാപിക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സങ്കൽപ് സേ സിദ്ധി മിഷൻ വൻധനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ട്രൈബൽ പോപ്പുലേഷന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ആദി പ്രശിക്ഷൺ പോർട്ടൽ ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രി ലോഞ്ച് ചെയ്തു. അപ്പോൾ യൂണിയൻ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററായ അർജുൻ മുണ്ടയാണ് ഇത് ലോഞ്ച് ചെയ്തത്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിലുള്ള ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമും ചേർന്നിട്ടാണ് ഈ ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ആദ്യ പ്രശിക്ഷൺ പോർട്ടൽ? അതായത് ട്രൈബൽ പോപ്പുലേഷന് ക്വാളിറ്റി സ്കിൽ ഡെവലപ്മെന്റ്, കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് എന്നിവ പ്രൊവൈഡ് ചെയ്യുക, അതുവഴി ഈ ഒരു ട്രൈബൽ പോപ്പുലേഷന്റെ സോഷ്യോ എക്കോണമിക് സ്റ്റാറ്റസ് ഉയർത്തുക എന്നിവയാണ് ഈ ഒരു പോർട്ടലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി COVID-19 ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അപ്പോൾ എന്താണ് ഈ കസ്റ്റമൈസ്ഡ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാം? ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് ഹെൽത്ത് സെക്ടറിൽ യുവാക്കളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. 26 സംസ്ഥാനങ്ങളിലായി 111 സെന്റേഴ്സിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ 1 ലക്ഷം യൂത്തിനെയാണ് ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, അതായത് PMKVY എന്ന് പറയുന്ന സ്കീമിന്റെ കീഴിലാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ്. വിവിധ സംസ്ഥാനങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് തയ്യാറാക്കിയ 6 കോഴ്സസ് ആണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് സെക്ടറിലുള്ള ഫ്യൂച്ചർ മാൻ പവർ നീഡ്സ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കിൽഡ് നോൺ മെഡിക്കൽ വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയെ പറ്റി പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് 2015 ലോഞ്ച് ചെയ്ത ഒരു സ്കിൽ ഡെവലപ്മെന്റ് സ്കീമാണ് PMKVY അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതായത് NSDC ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചില ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് വുമൺ, യൂത്ത് എന്നിവർക്കിടയിൽ എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഹാർ 2 സ്കീംസ് ലോഞ്ച് ചെയ്തു. മുഖ്യമന്ത്രി മഹിളാ ഉദ്യമി യോജന, മുഖ്യമന്ത്രി യുവ ഉദ്യമി യോജന എന്നിവയാണ് ഈ 2 സ്കീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്ഥാനത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുഖ്യമന്ത്രി ഉദ്യമി യോജന എന്ന് പറയുന്ന സ്കീമിന്റെ കീഴിലാണ് ഈ ഒരു 2 പുതിയ സ്കീംസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് മുഖ്യമന്ത്രി മഹിളാ ഉദ്യമി യോജന?
അതായത് ഈ ഒരു സ്കീം വഴി അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വുമണിന് 10 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 10 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ ഒരു സബ്സിഡി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ബാക്കി 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആയിരിക്കും. അതുപോലെ മുഖ്യമന്ത്രി യുവ ഉദ്യമി യോജനയെ പറ്റി നോക്കുമ്പോൾ ഇതിലും 10 ലക്ഷം രൂപയാണ് ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ വേണ്ടി യുവാക്കൾക്ക്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യുവാക്കൾക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിലും ആദ്യത്തെ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു സബ്സിഡി ആയിട്ടായിരിക്കും. അതുപോലെ ബാക്കി 5 ലക്ഷം എന്ന് പറയുന്നത് 1% പലിശ നിരക്കിൽ ലോണായിട്ടുമായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ബീഹാർ ഗവൺമെന്റ് സംസ്ഥാനത്ത് എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള 2 പുതിയ സ്കീംസ് എന്ന് പറയുന്നത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് തെലങ്കാന ഗവൺമെന്റ് തെലങ്കാന AI മിഷന്റെ ഭാഗമായിട്ട് റെവപ്പ് എന്ന് പറയുന്നൊരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. എന്താണ് ഈ റെവപ്പ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ്? സംസ്ഥാനത്തെ AI സ്റ്റാർട്ടപ്സിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ തെലങ്കാന AI മിഷൻ അല്ലെങ്കിൽ TAIM എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്നത് തെലങ്കാനയെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഗ്ലോബൽ ഹബ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ TAIMന്റെ ഒരു ആക്സലറേറ്റഡ് പ്രോഗ്രാം ആയിട്ടാണ് ഈ ഒരു റെവപ്പിനെ തെലങ്കാന ഗവൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് തമിഴ്നാട് ഗവൺമെന്റ് ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിലിനെ സെറ്റപ്പ് ചെയ്തു എന്നുള്ളതാണ്. എന്താണ് ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ എന്ന് പറയുന്നത്? എക്കണോമിക് മാറ്റേഴ്സ്, പോളിസി റിലേറ്റഡ് മാറ്റേഴ്സ് എന്നിവയിൽ ചീഫ് മിനിസ്റ്ററിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിലിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തമിഴ്നാട് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭരായ വ്യക്തികളാണ്. അപ്പൊ അവരെന്ന് പറയുന്നത് 2019 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയ എസ്റ്റേർ ദുഫ്ലോ, അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമർ ഗവർണർ ആയിരുന്ന രഘുറാം രാജൻ, അതുപോലെ ഇന്ത്യയുടെ ഫോർമർ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ ആയിരുന്ന ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യൻ, അതുപോലെ ഡെവലപ്മെന്റ് എക്കണോമിസ്റ്റ് ആയ ജീൻ ഡ്രസ്, അതുപോലെ ഫോർമർ യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന S നാരായണൻ എന്നിവരാണ് ഈ ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിലിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വൈസ് ന്യൂസ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇന്റർനാഷണൽ എന്ന് പറയുന്ന വിഭാഗമാണ്. അതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 47ാമത് G7 സമ്മിറ്റ് 2021 യുണൈറ്റഡ് കിങ്ഡത്തിലെ കോൺവെൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 2021 സമ്മിറ്റിന്റെ തീം എന്ന് പറയുന്നത് ബിൽഡിംഗ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്നതായിരുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക എന്നീ 4 രാജ്യങ്ങളെയാണ് ഈ ഒരു സമ്മിറ്റിലേക്ക് ഗസ്റ്റ് ആയിട്ട് UK ക്ഷണിച്ചത്. ഈ 4 രാജ്യങ്ങളെ ചേർത്ത് ഡെമോക്രസി 11 എന്നാണ് വിളിക്കുന്നത്. 2021 ഫസ്റ്റ് എവർ നെറ്റ് സീറോ G7 സമ്മിറ്റ് ആണ്. കാരണം 2050 നെറ്റ് സീറോ എമിഷൻ അച്ചീവ് ചെയ്യാമെന്ന് ഈ ലോകരാജ്യങ്ങളിലെ നേതാക്കൾ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സമ്മിറ്റിന്റെ പ്രധാന ഔട്ട്കം എന്ന് പറയുന്നത് കാർബിസ് ബേ ഡിക്ലറേഷൻ ആണ്. ഇതൊരു ആന്റി പാൻഡമിക് ആക്ഷൻ പ്ലാൻ ആണ്. G7 ലീഡേഴ്സ് അടുത്ത ഒരു പാൻഡമിക് തടയാനായിട്ട് ഒരുമിച്ച് പരിശ്രമിക്കും. അതുപോലെ പൂവർ രാജ്യങ്ങൾക്ക് 1 ബില്യൺ ഡോസ് കോവിഡ് വാക്സിൻ നൽകും തുടങ്ങിയവയാണ് ഈ ഒരു കാർബിസ് ബേ ഡിക്ലറേഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രധാന അജണ്ടകൾ. അതുപോലെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, അതായത് BRI ഇനിഷ്യേറ്റീവിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ്, അതായത് B3W എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവും ഈ ഒരു G7 രാജ്യങ്ങൾ ചേർന്നിട്ട് ഈ ഒരു സമ്മിറ്റിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്തു. ഇനി ഏതൊക്കെയാണ് ഈ G7 രാജ്യങ്ങൾ എന്ന് പറയുന്നത്? USA, UK, ജപ്പാൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി ആൻഡ് യൂറോപ്യൻ യൂണിയൻ എന്നിവയാണ് ഈ G7 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. 1975 ഈ G7 എന്ന് പറയുന്ന ഗ്രൂപ്പ് സ്ഥാപിക്കപ്പെടുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് വേൾഡ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 43 വേൾഡ് കോമ്പറ്റേറ്റീവ്നെസ് സെന്റർ ആണ് ഈ ഒരു റാങ്കിംഗ് പുറത്തിറക്കുന്നത്. ടോട്ടൽ 64 രാജ്യങ്ങളെയാണ് ഈ ഒരു വേൾഡ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സ് 2021 റാങ്ക് ചെയ്യുന്നത്. അതുപോലെ ഈ വർഷത്തെ റാങ്കിങ്ങിൽ സ്വിറ്റ്സർലാൻഡ് ആണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്, ഫോളോഡ് ബൈ സ്വീഡൻ ആൻഡ് ഡെൻമാർക്ക്. ബോട്സ്വാന എന്ന രാജ്യത്തെ ഈ വർഷത്തെ റാങ്കിങ്ങിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ആദ്യത്തെ റാങ്കിങ്ങിൽ ബോട്സ്വാനയുടെ റാങ്ക് എന്ന് പറയുന്നത് 61. ഇനി എന്തൊക്കെ പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻഡെക്സ് രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്നത്? ഇക്കണോമിക് പെർഫോമൻസ്, ഗവൺമെന്റ് എഫിഷ്യൻസി, ബിസിനസ് എഫിഷ്യൻസി, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയാണ് ഈ 4 പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ 2021 ഇൻഡെക്സ് COVID-19 ലോകത്തുണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് കൂടെ മെഷർ ചെയ്തിട്ടുണ്ട്. അടുത്തത് 2021 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 120.
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ SDSN ആണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. 165 രാജ്യങ്ങളെയാണ് ടോട്ടലി ഈ ഒരു ഇൻഡെക്സിൽ റാങ്ക് ചെയ്യുന്നത്. അതിൽ ഈ വർഷത്തെ ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 120 ഇന്ത്യയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്കോർ എന്ന് പറയുന്നത് 60.1 ആണ്. അതുപോലെ 2021 ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് ഫിൻലൻഡ് ആണ്, ഫോളോഡ് ബൈ സ്വീഡൻ ആൻഡ് ഡെൻമാർക്ക്. അതുപോലെ SDR 2021 ഇന്റർനാഷണൽ സ്പിൽ ഓവർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്പിൽ ഓവർ സ്കോർ അല്ലെങ്കിൽ എന്താണ് ഈ സ്പിൽ ഓവർ ഇൻഡെക്സ് എന്ന് പറയുന്നത്? അതായത് ഒരു രാജ്യം തയ്യാറാക്കുന്ന ഒരു ആക്ഷൻ പ്ലാനിന്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു രാജ്യം തയ്യാറാക്കുന്ന ഒരു ആക്ഷൻ പ്ലാനിന് മറ്റു രാജ്യങ്ങളുടെ SDG അച്ചീവ് ചെയ്യാനുള്ള എബിലിറ്റിയെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉയർന്ന സ്പിൽ ഓവർ സ്കോർ ഒരു രാജ്യത്തിനുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ രാജ്യം കൂടുതൽ പോസിറ്റീവ് സ്പിൽ ഓവേഴ്സ് ആണ് ഉണ്ടാക്കുന്നത് എന്നാണ്. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് ആ രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്പിൽ ഓവർ സ്കോർ എന്ന് പറയുന്നത് 98.90 ആണ് ഔട്ട് ഓഫ് 100. അതുപോലെ ഇന്ത്യയുടെ സ്പിൽ ഓവർ റാങ്കിംഗ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 165 രാജ്യങ്ങളിൽ 32 ആണ്. അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 135 ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്, അതായത് IEP ആണ് ഈ ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങളിലെയും റീജിയണുകളിലെയും പീസ്ഫുൾനെസ് പരിശോധിക്കുകയാണ് ഈ ഒരു ഗ്ലോബൽ പീസ് ഇൻഡെക്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 2.553 ആണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ലോ സ്റ്റേറ്റ് ഓഫ് പീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ഒരു ഇൻഡെക്സ് പ്രകാരം വന്നിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഇതിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്? ഐസ്ലൻഡ് ആണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്, ഫോളോഡ് ബൈ ന്യൂസിലൻഡ് ആൻഡ് ഡെൻമാർക്ക്. അതുപോലെ 2021 ഇൻഡെക്സ് അനുസരിച്ച് ആവറേജ് ഗ്ലോബൽ പീസ്ഫുൾനെസ് എന്ന് പറയുന്നത് 0.07% ഡിക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ലീസ്റ്റ് പീസ്ഫുൾ റീജിയൻ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കയാണ്. മോസ്റ്റ് പീസ്ഫുൾ റീജിയൻ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് യൂറോപ്പിനെയാണ്. 3 പ്രധാനപ്പെട്ട ഡൊമൈനുകളിലായി 23 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 ഡൊമൈൻസ് എന്ന് പറയുന്നത് സൊസൈറ്റൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്, ഡിഗ്രി ഓഫ് മിലിറ്ററൈസേഷൻ എന്നിവയാണ്. അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് നാറ്റോ ചൈനയെ ഒരു ഗ്ലോബൽ സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ബെൽജിയത്തിലെ ബ്രസൽസിൽ വെച്ച് നടന്ന 31ാമത് നാറ്റോ സമ്മിറ്റിൽ വെച്ചിട്ടാണ് ചൈനയെ ഒരു ഗ്ലോബൽ സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ട് നാറ്റോ പ്രഖ്യാപിക്കുന്നത്. ചൈന നിരന്തരമായി ഗ്ലോബൽ ഓർഡർ തകർക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് നാറ്റോ ആരോപിക്കുന്നത്. അതുപോലെ ഇന്റർനാഷണൽ സിസ്റ്റത്തിനോട് റെസ്പോൺസിബിൾ ആയിട്ട് പ്രവർത്തിക്കണമെന്നാണ് നാറ്റോ ചൈനയോട് ആവശ്യപ്പെടുന്നത്. ഇനി എന്താണ് ഈ നാറ്റോ എന്ന് പറയുന്നത്? നാറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. 1949 ഏപ്രിലിൽ സൈൻ ചെയ്ത നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയുടെ പിൻബലത്തിലുള്ള യൂറോപ്യൻ ആൻഡ് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളുടെ ഒരു അലയൻസ് ആണ് ഈ നാറ്റോ എന്ന് നമ്മൾ പറയുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യക്കെതിരായിട്ടാണ് ഈ ഒരു നാറ്റോ ഫോം ചെയ്യുന്നത്. 30 യൂറോപ്യൻ ആൻഡ് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ് നാറ്റോയിൽ ഉള്ളത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇക്കോണമി എന്ന് പറയുന്ന വിഭാഗമാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് സ്വിസ് ബാങ്ക് ഡേറ്റ അനുസരിച്ച് സ്വിസ് ബാങ്ക് ഡിപ്പോസിറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 51 ആണ്. സ്വിസ് നാഷണൽ ബാങ്ക്, അതായത് SNB പുറത്തിറക്കിയ ആനുവൽ ബാങ്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് 2020 ഇത് വ്യക്തമാക്കുന്നത്. സ്വിസ് ബാങ്കിലുള്ള ഇന്ത്യയുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2.55 ബില്യൺ സ്വിസ് ഫ്രാങ്ക്, അതല്ലെങ്കിൽ 20,706 കോടി ഇന്ത്യൻ രൂപയാണ്. സ്വിസ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിന്റെ സെൻട്രൽ ബാങ്ക് ആണ്. അതുപോലെ യുണൈറ്റഡ് കിങ്ഡത്തിനാണ് സ്വിസ് ബാങ്കിൽ ഏറ്റവും അധികം നിക്ഷേപമുള്ളത്. ഏതാണ്ട് 277 ബില്യൺ സ്വിസ് ഫ്രാങ്കിന് തുല്യമായ തുകയാണ് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വിസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫോളോഡ് ബൈ യുഎസ്എക്ക് ഏതാണ്ട് 152 ബില്യൺ സ്വിസ് ഫ്രാങ്കിന്റെ ഡെപ്പോസിറ്റ് ആണ് ഉള്ളത്. അതുപോലെ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും തമ്മിൽ 2018 മുതൽ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് കരാർ നിലവിലുണ്ട്. അപ്പൊ ഇതനുസരിച്ച് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഇന്ത്യക്കാരുടെ ഡീറ്റെയിൽസ് സ്വിറ്റ്സർലൻഡ് ഇന്ത്യക്ക് കൈമാറും. അതുപോലെ സ്വിസ് നാഷണൽ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സൂറിച്ചിലെ ബേൺ ആണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് എൻവയോൺമെന്റ് എന്ന് പറയുന്ന വിഭാഗമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ 2021 17 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി അധികം പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിന്റെ പേരെന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി മാർക്കറ്റ് അപ്ഡേറ്റ് ഔട്ട്ലുക്ക് ഫോർ 2021 ആൻഡ് 2022 എന്നുള്ളതാണ്.
ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ എനർജി ഏജൻസിയാണ്. ഇന്ത്യ 2021 17 ജിഗാവാട്ടും 2022 19.3 ജിഗാവാട്ടും ആഡ് ചെയ്യുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. എങ്കിലും ടോട്ടൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 140 ജിഗാവാട്ടിലും താഴെ ആയിരിക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. 2020 ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി അഡീഷൻ എന്ന് പറയുന്നത് 50% ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഗ്ലോബലി റിന്യൂവബിൾ എനർജി അഡീഷൻ 45% വർദ്ധിച്ച ഏതാണ്ട് 280 ജിഗാവാട്ടായിട്ട് മാറി. അതുപോലെ ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി ടാർഗറ്റ് എന്ന് പറയുന്നത് 175 ജിഗാവാട്ടാണ്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ 2022 ഈ ഒരു 175 ജിഗാവാട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസ് ആണ്. അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ലാൻഡ് ഡീഗ്രഡേഷൻ അറ്റ്ലസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അറ്റ്ലസ് റിലീസ് ചെയ്തു. ISROയുടെ അഹമ്മദാബാദിലുള്ള സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 2018-19 പീരീഡിൽ ഡെസർട്ടിഫിക്കേഷൻ, ലാൻഡ് ഡീഗ്രഡേഷൻ എന്നിവയെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ് വൈസ് ഡേറ്റയാണ് ഇത് പ്രൊവൈഡ് ചെയ്തത്. ഇത് ഇന്ത്യയുടെ ലാൻഡ് ഡീഗ്രഡേഷൻ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാനുള്ള നാഷണൽ ആക്ഷൻ പ്ലാനിനെ സ്ട്രെങ്തൻ ചെയ്യും. ഇന്ത്യക്ക് ലാൻഡ് ഡീഗ്രഡേഷൻ ന്യൂട്രാലിറ്റി അതായത് LDN അച്ചീവ് ചെയ്യാനും ഏതാണ്ട് 26 മില്യൺ ഹെക്ടർ ലാൻഡിനെ റീസ്റ്റോർ ചെയ്യാനുമുള്ള ടാർഗറ്റ് ഇയർ ആയിട്ട് വെച്ചിരിക്കുന്നത് 2030 ആണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന വിഭാഗമാണ്. അതിൽ ആദ്യത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് ചൈന 2016 ശേഷമുള്ള അവരുടെ ആദ്യത്തെ ഒരു ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഷെൻസൗ 12 ലോഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഷെൻസൗ 12ൽ 3 ക്രൂ മെമ്പേഴ്സ് ആണ് ഉള്ളത്. ലോങ് മാർച്ച് 2 ഓഫ് Y-12 റോക്കറ്റിൽ ഗോബി ഡെസേർട്ടിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഷെൻസോ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡിവൈൻ വെസൽ എന്നുള്ളതാണ്. 2022 ചൈനയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള 3ാമത്തെ മിഷനാണിത്. ടോട്ടൽ 11 മിഷൻസ് ആണ് ഈ ഒരു സ്പേസ് സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചൈനയ്ക്ക് വേണ്ടി വരുന്നത്. അതുപോലെ ചൈനയുടെ 7ാമത്തെ മാൻഡ് മിഷനാണ് ഈ ഷെൻസൗ 12 എന്ന് പറയുന്നത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് ആയ വിസ വുഡ്സാറ്റ് 2021 ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആർട്ടിക് ആസ്ട്രോനോട്ടിക്സ് എന്ന് പറയുന്ന ഫിന്നിഷ് കമ്പനിയാണ് ഇത് സെൻഡ് ചെയ്യുന്നത്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫിൻലാൻഡിലാണ്. ഇത് ലോഞ്ച് ചെയ്യുന്നത് റോക്കറ്റ് ലാബിന്റെ ഇലക്ട്രോൺ റോക്കറ്റ് ഉപയോഗിച്ച് ന്യൂസിലാൻഡിൽ നിന്നായിരിക്കും. നവംബർ 2021 ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡിലെ മഹിയ പെനിസുലയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ അനാലിസിസ് വീഡിയോയിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ളത്. നമ്മളിവിടെ സംസാരിച്ച കറണ്ട് അഫയേഴ്സിന്റെ ഒരു PDF വേർഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി വായിക്കുക. അടുത്ത ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു അനാലിസിസ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.